ഡിയർ ഫ്രണ്ട്സ്, പ്രോസസ്സ് ചെയ്യാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ചെറിയാണെന്ന് പരിചയപ്പെടുത്തുന്നു കേട്ടോ. കണ്ടാൽ നമ്മുടെ ലവലോലിക്ക പോലെയൊക്കെ ഇരിക്കുന്നു അല്ലേ? പക്ഷേ ഇത് ആള് വിദേശിയാണ് കേട്ടോ. സായിപ്പാണെങ്കിലും നമ്മുടെ കാലാവസ്ഥയൊക്കെ ഇതിന് വലിയ ഇഷ്ടമാണ്. ഓസ്ട്രേലിയൻ സെഡാർ ബേ ചെറി. ഇതിന് ആ പേര് കിട്ടാനുള്ള കാരണം സെഡാർ ബേ ഇന്റർനാഷണൽ പാർക്കിനടുത്ത് ഇത് ഒരുപാട് വളരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ആ പേര് കിട്ടാനുള്ള കാരണം. ഇത് ഒരു ഫ്രൂട്ട് പ്ലാന്റ് എന്നതിലുപരി ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന, കുറ്റിച്ചെടിയായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇതിന്റെ ഇല കണ്ടോ, ഇലയും നല്ല ഭംഗിയാണ്. കുറ്റിച്ചെടിയായിട്ട് നമുക്ക് സ്ഥലപരിമിതി ഉള്ളവർക്ക് ചെടിച്ചട്ടിയിലും പോട്ടിലും ഒക്കെ വളർത്തിയെടുക്കാം. പച്ച നിറത്തിലുള്ള കായ്കൾ, അത് കഴിഞ്ഞ് അത് ഓറഞ്ച് കളറാവും, പിന്നെ ഇതേപോലെ നല്ല ചുമന്ന നിറത്തിലാവും. ഈ ചുമന്ന നിറത്തിലാവുമ്പോഴാണ് ഇത് പറിച്ചെടുക്കേണ്ടത്. അപ്പം ഇതിന് നല്ല മധുരമായിരിക്കും. അപ്പം അതായത് ഞാനൊന്ന് കാണിച്ചു തരാമേ. നല്ല ജ്യൂസിയാണ് കേട്ടോ. ഇത് കണ്ട, നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഇതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വലിപ്പത്തിൻ്റെ ഏകദേശം ഒരു 60% വരും അതിൻ്റെ കുരു, അതിൻ്റെ അരി. ഇതിനകത്ത് 2 അരിയാണുള്ളത്. അപ്പോൾ ഒരു കുഞ്ഞ് പഴത്തിനകത്ത് ഇതാ നോക്കിക്കേ, 2 അരി. ഈ പിന്നെ മാംസമൊക്കെ കട്ട് ചെയ്ത് കഴിക്കണം, മാംസളമായ ഭാഗമൊക്കെ ഫ്രൂട്ടിന് വേണമെന്ന് ആഗ്രഹമുള്ളവർ ഇത് നടണ്ട. ഇതിനകത്ത് ഇത്രയും ജ്യൂസും ഒരുപാട് നാരടങ്ങിയിട്ടുണ്ട്. നല്ല ഒരു ഫ്രൂട്ടാണ് ഇത്. ഇത്രയും നിറമായതിന് ശേഷം പറിച്ചു കഴിയുമ്പോഴാണ് ഇതിനൊരു മധുരമാണുള്ളത്. നല്ല മധുരം കിട്ടും. അല്ലെങ്കിൽ ഇതിന് ചെറിയ ചവർപ്പൊക്കെ രൂപപ്പെടാറുണ്ട്. എനിക്ക് ആദ്യം ഇത് വളരെ ഞാൻ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ട് വാങ്ങിച്ച് നട്ടതാണ്. പക്ഷെ ഫ്രൂട്ട് വലിയ മാംസളമായ ഭാഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു വിഷമമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഇതിൻ്റെ സ്റ്റഡി ചെയ്തത്. നെറ്റിനകത്തൊക്കെ ഞാനത് നോക്കിയപ്പോഴാണ് ഈ കുഞ്ഞൻ ആള് പുലിയാണ് എന്ന് മനസ്സിലായത്. കാരണം ഇത് നിറച്ച് വൈറ്റമിൻ സി, വളരെ കൂടുതൽ അളവിൽ വൈറ്റമിൻ സി ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് രോഗപ്രതിരോധ ശേഷി ഒക്കെ കിട്ടാനായിട്ട് ഇത് കഴിക്കുന്നതുകൊണ്ട് സഹായിക്കുമെന്നാണ് പഠനങ്ങൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കുഞ്ഞുങ്ങൾക്ക് ജലദോഷം, പനി ഇതിനെയൊക്കെ തടഞ്ഞു നിർത്താനും അണുബാധയെ തടയാനും ഇതിന് കഴിവുണ്ട് എന്നാണ് പഠനങ്ങൾ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. നോക്കിയേ, ധാരാളം നാരടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്, കണ്ടോ? അതുകൊണ്ട് നമ്മുടെ ദഹന പ്രക്രിയയെ ഇത് വളരെയേറെ സഹായിക്കും. അതുകൂടാതെ തന്നെ ഇതിനകത്ത് പൊട്ടാഷ്യം, മഗ്നീഷ്യം എന്നീ മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് വളരെ കൂടുതലുണ്ട്. അപ്പം ഇത് ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് മാത്രം നമുക്ക് തള്ളിക്കളയേണ്ട വളരെയേറെ ഗുണമുള്ള പഴങ്ങളാണിത്. നമ്മുടെ വീട്ടിലൊക്കെ വളർത്താം. കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഇഷ്ടമായിരിക്കും ഇത് കഴിക്കാൻ.